നമ്മുടെ ക്വാർട്ടേഴ്സിലേക്ക് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അവരെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിരാവിലെ പുറപ്പെട്ടിട്ടുള്ളത്. അവർ ഡൽഹിയിലേക്കാട്ടോ വരുന്നത്. അപ്പോൾ നമ്മളും ഡൽഹിയിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് 2-3 ദിവസം കറങ്ങിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പഞ്ചാബിലേക്ക് തിരിച്ചു വരുന്നത്. ഗസ്റ്റ് ആരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ വീട്ടിൽ നിന്നാട്ട് വരുന്ന എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ മോളും. നമ്മൾ പഞ്ചാബിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷവും 8 മാസം ആയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്നതാണ് ഇങ്ങോട്ടേക്ക് നിൽക്കാൻ വരാൻ വേണ്ടിയിട്ട്. ഇവിടെ മാത്രമല്ല, നമ്മൾ മുമ്പ് ജമ്മുവിലുണ്ടായിരുന്ന സമയത്ത് അങ്ങോട്ടേക്കും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ സാഹചര്യങ്ങളും എല്ലാം അനുകൂലമായിരുന്നില്ല. അപ്പോൾ ഇപ്പം വരാൻ വേണ്ടി ഒരു അവസരം കിട്ടിയപ്പം പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പഞ്ചാബിൽ നിന്ന് നാട്ടിലേക്ക് പോവാനുമായി. സായിയേട്ടൻ്റെ പോസ്റ്റിംഗ് വന്നു. ഇനി അടുത്ത യൂണിറ്റിൽ ഫാമിലിയൊന്നും വെക്കാൻ പറ്റൂല. അപ്പം ഞാനും മോനും ഇനി മുതൽ നാട്ടിലായിരിക്കും നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇനിയിപ്പം ഇതുപോലൊരു അവസരം വേറെ കിട്ടൂലല്ലോ. അപ്പം എങ്ങനെയെങ്കിലും വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവരിങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും വിചാരിക്കും ഇതെന്താ എൻ്റെ വീട്ടുകാർ മാത്രമേ വരുന്നുള്ളൂ, സായിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് എന്താ വരാത്തേന്ന്. സായിയേട്ടൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെ ആദ്യം മുതൽ ജമ്മുവിലേക്കും കുറേ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരാനും കുറേ പ്രാവശ്യം പറഞ്ഞു. പക്ഷെ അമ്മക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം കിട്ടുന്നില്ല. വീട്ടിൽ ചെറിയ പിള്ളേരും ഉണ്ട്. പിന്നെ ഏട്ടത്തേക്ക് ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ അമ്മയുടെ അമ്മയും വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് അമ്മക്ക് വരാൻ പറ്റാത്തത്. എപ്പോഴും പറയും അടുത്ത പ്രാവശ്യം വരാം, അടുത്ത പ്രാവശ്യം വരാമെന്ന്. ഇനിയെപ്പോൾ നമുക്കറിയില്ല. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നുള്ളത്.